ഷാജൻസ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനോട് പോലീസ് ചെയ്തത് ക്രൂരമായ കാര്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ സത്യസന്ധമായി വാർത്തയെടുത്താൽ അയാൾക്കെതിരെ എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള ധാർഷ്ട്യമാണ് കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. കാരണം ഷാജൻസ്കറിയയെ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ ഭരണഘടനാ ലംഘനമാണ്. അദ്ദേഹത്തിൻ്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഷാജൻസ്കറിയ ചെയ്യുന്ന വാർത്തയോട് പലതിനോടും വിയോജിപ്പുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുമ്പോൾ എന്തിനാണ് മാധ്യമ പ്രവർത്തകരോട് സർക്കാർ ഇത്തരം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പൊതുവെ പോലീസുകാർക്ക് ഒരു വല്ലാത്ത ഹാലിളക്കം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതുപോലൊരു ദുരനുഭവം എനിക്കുമുണ്ടായി എന്നുള്ളതാണ്. അത് കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ജയകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ഒരു ഗായികയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഞാൻ കൈ കെട്ടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, ഒരു സ്ത്രീയായ എന്നോട് അദ്ദേഹം പറയുകയാണ്, നിന്നെ പിടിച്ചിപ്പോൾ മൂലയ്ക്ക് നിർത്തും ഞാൻ. ഒരു കൊലക്കുറ്റം ചെയ്തിട്ടില്ല, ആരുടെയും ഒന്നും കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, ആർക്കുമെതിരെ ദ്രോഹപരമായ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നോട് വളരെ മോശമായാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചത്. അങ്ങനെ ഈ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹാലിളകുന്നത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഷാജൻസ്കറിയയുടെ വിഷയത്തിൽ BJP നേതാവ് JR പത്മകുമാർ രംഗത്ത് വരികയാണ്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ്കറിയയുടെ അറസ്റ്റിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറസ്റ്റിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ BJP നേതാവ് അഡ്വക്കേറ്റ് പത്മകുമാർ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണ്. നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എല്ലാ നിയമങ്ങളെയും വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിയാണ് പോലീസ് ഷാജനെ അറസ്റ്റ് ചെയ്തതെന്നാണ് പത്മകുമാർ പറയുന്നത്. പ്രതിയായി ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുണ്ട്. വ്യക്തിപരമായും സാമൂഹികമായും ഒരാൾക്കുള്ള മാന്യത അത് ലംഘിക്കാൻ ഒരു അധികാരികൾക്കും അവകാശമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭക്ഷണം നിഷേധിക്കുക, വസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുക, അങ്ങേയറ്റത്തെ നിയമലംഘനമാണ് ഇന്നലെ നടന്നത്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി നിരവധി വിധിന്യായങ്ങളിൽ പോലീസിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം രേഖാമൂലം പ്രതിക്ക് അറിയുന്ന ഭാഷയിൽ പ്രതിയെ അറിയിക്കണമെന്നാണ്. ഇവിടെ അറസ്റ്റിന്റെ കാരണം അറിയിച്ചില്ല എന്ന് മാത്രമല്ല, വസ്ത്രം ധരിക്കാൻ പോലും സമ്മതിക്കാതെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിച്ചു എന്നുള്ള ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം കൂടി പോലീസ് നടത്തിയിരിക്കുകയാണെന്നും പത്മകുമാർ ഫേസ്ബുക്കിലൂടെ പറയുന്നു. ഇതിനെതിരെ ശക്തമായ നിയമ നടപടി ഇതിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം. മാന്യമായി തൊഴിൽ ചെയ്യാനും ജീവിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യത്തിന്റെ ജീവവായു. അത് ഓർത്താൽ നന്നായിരിക്കും. ജനാധിപത്യത്തിൽ ആരെങ്കിലും അബദ്ധസഞ്ചാരം നടത്തിയാൽ, അധികാര ദുർവിനിയോഗം നടത്തിയാൽ അവരെ കൊണ്ട് കണക്കെണ്ണി എണ്ണി പറയിച്ചിട്ടുള്ള ഒരു ജനസമൂഹമാണ് നമുക്കുള്ളത്. അത് ഓർത്താൽ നന്ന്. നേരത്തെ ഷാജൻസ്കറിയെ പിന്തുണച്ച BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു. വസ്ത്രം പോലും ധരിക്കാൻ സമയം കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത കേരള പോലീസിന്റെ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ അവകാശങ്ങളോടും മാധ്യമ സ്വാതന്ത്ര്യത്തോടുമുള്ള അസഹിഷ്ണുതയുടെ തെളിവാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചും ആവിഷ്കാര മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമായി സംസാരിക്കുന്ന ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അവകാശങ്ങളെല്ലാം നഗ്നമായി ലംഘിക്കുന്നത്. ഇത്തരം ഏകാധിപത്യപരമായ നടപടികളെ BJP ഒരിക്കലും അംഗീകരിക്കില്ല. ഷാജൻസ്കറിയുടെ മാത്രമല്ല, ഒരു മലയാളിയുടെയും ഭരണഘടനാവകാശങ്ങളെ ലംഘിക്കുന്ന നടപടികൾ BJP വച്ചുപൊറുപ്പിക്കില്ല. ഇത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്ത് BJP ചേർത്ത് തോൽപ്പിക്കും. ഷാജൻസ്കറിയെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് മുഴുവൻ ദിവസവും കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയായിരുന്നു. അതെന്തായാലും പോലീസിന് കഴിഞ്ഞില്ല. കേരളത്തിലെ പോലീസ് രാജിനെ ശക്തമായി BJP എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും
കാര്യം കൃത്യമാണ്. ഷാജൻ സ്കറിയയോട് സർക്കാരിന് വിയോജിപ്പുകൾ ഉണ്ടാകാം, ഷാജൻ സ്കറിയയുടെ വാർത്തകളോട് സർക്കാരിന് എതിർപ്പുകൾ ഉണ്ടാകാം. പക്ഷേ ആ എതിർപ്പുകൾ കാണിക്കേണ്ടത് ഒരാളുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അയാളോട് കാണിച്ചുകൊണ്ടല്ല, അയാളോട് നടത്തിക്കൊണ്ടല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പനോടും അമ്മയോടും ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പാതിരാത്രി ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസികമായ വിഷമം, അതിലുപരി അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന മാനസികമായ സംഘർഷം, വേദന, വിഷമം, ഇതൊക്കെ ആരാണ് മറുപടി നൽകുന്നത് ഇതിനൊക്കെ? മാത്രമല്ല, ഷർട്ടിടാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ എന്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഷാജൻ സ്കറിയ ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോഴും പറയുന്നു, ഷാജൻ സ്കറിയയുടെ പല വാർത്തകളോടുള്ള സമീപനങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നാളെ ഏത് മാധ്യമ പ്രവർത്തകനും ഇത് സംഭവിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഷാജൻ സ്കറിയയ്ക്കാണെങ്കിൽ നാളെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം എന്നുള്ളതാണ്. ഒരു വാർത്ത ചെയ്യാൻ, അതായത് ഭരിക്കുന്ന സർക്കാരിനെതിരെ എന്തെങ്കിലും വാർത്ത ചെയ്താൽ നിങ്ങൾ സൂക്ഷിക്കണം. ഏത് പാതിരാത്രിയും നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് ഓടിക്കയറി വരാം, നിങ്ങളെ അറസ്റ്റ് ചെയ്യാം, നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പാഠമാണ് ഷാജൻ സ്കറിയയിലൂടെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത് കേരള പോലീസ് എന്നുള്ളതാണ്. കേരള പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും അല്ല പറയുന്നത്. മാധ്യമ പ്രവർത്തകരെ അവരുടെ ജോലിയുടെ ഭാഗമായി ബഹുമാനിക്കുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയല്ല, മാധ്യമ പ്രവർത്തകരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ്, അവരൊക്കെ നമുക്കെതിരെ വാർത്ത ചെയ്ത് നമ്മുടെയൊക്കെ ജോലിയും ജീവിതവും ഒക്കെ ഇല്ലാതാക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. തിരിച്ച് മാധ്യമ പ്രവർത്തകരിലും എല്ലാവരും നല്ലതാണെന്ന് പറയുന്നില്ല. ചിലരൊക്കെ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുമുണ്ട്. അത്തരത്തിലുള്ളവരെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നൊന്നുമില്ല. പക്ഷേ ഈ കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഇത് ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം തന്നെയാണ്. ഷാജൻ സ്കറിയ ഒരു കൊടും കുറ്റവാളിയോ പിടികിട്ടാപ്പുള്ളിയോ ക്രിമിനൽ കേസിലെ പ്രതിയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക, ഇന്ന ദിവസം ഹാജരാകാൻ പറയുക. പറഞ്ഞതിന് ശേഷം മാധ്യമ പ്രവർത്തകനെ വിളിച്ചതിന് ശേഷം അതിലെന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ന്യായമായ ഭാഷ. നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയാവുന്ന ഭാഷയിൽ, ഏത് ഭാഷയാണ് ആ മാധ്യമപ്രവർത്തനം അറിയാവുന്നത്, ആ ഭാഷയിൽ അദ്ദേഹത്തെ ധരിപ്പിക്കുക. അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേൾക്കുക. അദ്ദേഹത്തിൻ്റെ വക്കീലിനെ വിളിക്കാനോ അദ്ദേഹത്തിന് നിയമസഹായം തേടാനോ ഉള്ള സമയം അനുവദിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇതൊന്നും കാണിക്കാതെ ക്രൂരമായ നടപടി ഷാജൻ സ്കറിയയ്ക്ക് മുന്നിൽ ചാർത്തിയിട്ട് ന്യായം പറയാൻ ഒരു സർക്കാരുകൾക്കും അവകാശമില്ല എന്ന് ഓർത്താൽ മാധ്യമ പ്രവർത്തകർ മനുഷ്യരാണെന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഓർക്കുക.